ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റിവെഞ്ച് ലവിൻ്റെ 11ാമത്തെ എപ്പിസോഡാണ്. കുറേ ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ 11ാമത്തെ എപ്പിസോഡ് ഇന്ന് റിലീസായിരിക്കുകയാണ്. സോ നമുക്ക് നേരെ എന്തായാലും എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ജിയാങ് ആണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫായിട്ടുള്ള പയ്യനാണെങ്കിൽ ഇവൻ്റെ അടുത്ത് മരുന്നിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇവൻ്റെ കോൺസെൻട്രേഷനൊന്നും തന്നെ അതിലല്ല. അവൻ്റെ ചിന്തയെന്ന് പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ്, ചെങ്ങാണെങ്കിൽ ഇവനെ വന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെയെങ്കിലും നീയാണെങ്കിൽ ശീശു അങ്ങനെ മനസ്സ് മാറ്റിയിട്ട് തൻ്റെ കൂടെ സെറ്റാകാനും ഇൻറ്റിമേറ്റ് ആവാനും നീ സഹായിക്കണം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ അങ്ങ് ശരിയാക്കി കളയുമെന്ന് ആ ഒരു വാർണിംഗും കൊടുത്തിട്ട് അവന് കൊടുത്ത ടൈം തീരാനായിട്ട് ഇനി 3 ദിവസം കൂടെ ടൈമുള്ളൂ. ഇതുവരെ ആയിട്ടും നമ്മുടെ ശീശു അങ്ങനെയാണെങ്കിൽ എങ്ങുമായിട്ട് ഇൻറ്റിമേറ്റ് ആവണം എന്നുള്ളൊരു തോന്നൽ പോലും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ താനിനി എന്ത് ചെയ്യും, എങ്ങ് തൻ്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനമാക്കുമെന്ന് പറഞ്ഞിട്ട് ഇവനിങ്ങനെ ടെൻഷനായി നിൽക്കുകയാണ്. ആ ഒരു ടൈമിലാണ് അങ്ങോട്ടേക്ക് ചെങ്ങി വരുന്നത്. ചെങ്ങി വന്നത് ഇവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ചെങ്ങിവിൻ്റെ തൊട്ടടുത്ത് നിന്നിട്ട് എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന ടൈമിനാണ് പെട്ടെന്ന് അവൻ ചെങ്ങുവിനെ കാണുന്നതും. കണ്ട ഉടനെ തന്നെ അവൻ ചെങ്ങുവിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നീയല്ലേ പറഞ്ഞത് നീ വേറൊരു പയ്യനെ വളയ്ക്കാൻ പോവാണെന്ന്, പിന്നെ നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. ചെങ്ങാണെങ്കിൽ നമ്മൾ ജിയാങ്ങിനെ ഭീഷണിപ്പെടുത്തിയ ശേഷം അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും ശീശു അങ്ങനെ മനസ്സ് പറഞ്ഞോന്ന് കരുതിയിട്ട് കുറേ അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒന്നും നടന്നില്ല. പകരം അവൻ അറിയാൻ കഴിഞ്ഞത് ചെങ്ങിയും ശീശോങ്ങിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. അതായത് ഇനി തൊട്ട് താനാണെങ്കിൽ ജിയാങ്ങിനെ ശല്യം ചെയ്യാൻ പോകത്തില്ല എന്ന്. അതുകൊണ്ടാണ് അവനിപ്പോൾ ഇവനെ കാണുമ്പോഴത്തേക്കും ആ കാര്യം തന്നെ ഡയറക്റ്റ് ചോദിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും ചെങ്ങി തിരിച്ച് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, അത് കേട്ടപ്പോൾ നിനക്ക് സങ്കടമായോന്ന്. ആ സമയം ജിയാങ് ഞാനെന്തിനാ സങ്കടപ്പെടുന്നത്, ഐ എം വെരി ഹാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് ചിരിക്കുന്നുണ്ട്. എന്നാൽ നമുക്കെല്ലാം അറിയോ ചെക്കൻ വിഷമത്തിലാണെന്ന്. ആ ഒരു ടൈമിൽ തന്നെ അങ്ങോട്ടേക്ക് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഒരു പെൺകുട്ടീനെ കൊണ്ടുവരുന്നുണ്ട്. അവളുടെ ഞരമ്പ് മുറിഞ്ഞിട്ട് നല്ലപോലെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ ഇവൻ്റെ അടുത്ത് സംസാരിക്കുന്നത് നിർത്തിയിട്ട് ആ ഒരു പെൺകുട്ടീനെ ട്രീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. ചെങ്ങുവിൻ്റെ അടുത്ത് ഹെൽപ്പ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചെങ്ങുവാണ് ആ ഒരു പെൺകുട്ടീനെ എടുത്തുകൊണ്ട് ബെഡിലേക്ക് കൊണ്ട് കിടത്തുന്നത്. അങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ മുറിവെല്ലാം ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് ആ ഒരു പെൺകുട്ടിയുടെ കൂടെ തന്നെ ജിയാങ് ഇരിക്കുന്നുണ്ട്. ചെങ്ങിയും ഉണ്ടായിരുന്നു. ചെങ്ങിയുടെ അടുത്ത് നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടാണ്. എന്നാൽ ചെങ്ങു പോയിട്ടുണ്ടായിരുന്നില്ല. നൈറ്റ് ടൈം ആയിട്ടും ചെങ്ങു ഹോസ്പിറ്റലിൻ്റെ പുറത്തുള്ള ഒരു സീറ്റിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ടൈമിന് വീണ്ടും ജിയാങ്ങിനെ കാണിക്കുമ്പോൾ ജിയാങ് ആ ഒരു പെൺകുട്ടിക്ക് കൂട്ടിരുന്നിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിനാണ് ആ പെൺകുട്ടിക്ക് ബോധം വരുന്നത്. വന്നുകൊണ്ടേ തന്നെ അവളുടെ ഫോൺ എടുത്തിട്ട് ആർക്കോ അയച്ച മെസ്സേജ് നോക്കുകയാണ്. എന്നാൽ നോക്കിയപ്പോഴത്തേക്കും ആ ഒരാൾ അവളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളാണെങ്കിൽ ഇവളുടെ മെസ്സേജിന് റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് അവളുടെ ലവർ എന്തോ ആയിരുന്നു. ആളിവളെ പറ്റിക്കുക എന്തോ ചെയ്തതാണ്. അതോടും കൂടിയാണ് ആ ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചതും. അപ്പോൾ ഇപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്തെന്ന് കാണുമ്പോഴത്തേക്കും ആ ഒരു പെൺകുട്ടി തൻ്റെ ഫോൺ ദേഷ്യത്തിൽ വലിച്ചെറിയുന്നുണ്ട്. ആ ഒരു സമയങ്ങളിൽ ജിയാങ് എഴുന്നേൽക്കുന്നുണ്ട്. അവിടെ സൈഡിലൊരു ട്രെയിൽ കത്രികയും കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടി അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് വീണ്ടും അവൾ സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ജിയാങ് നീ അങ്ങനെയൊന്നും ചെയ്യരുത്, ഒരു പയ്യന് വേണ്ടിയിട്ട് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവളെ തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നടക്കുന്നില്ല. അവർ തമ്മിൽ അങ്ങനെ ഒരു പിടിയും വലിയ നടക്കാണ്. ഈ ഒരു സൗണ്ട് കേട്ടിട്ട് പുറത്തിരുന്ന ചെങ്ങിയും അകത്തേക്ക് വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ ജിയാങ്ങിൻ്റെ കോളർ ബോണിൻ്റെ അവിടെയായിട്ട് ആ ഒരു സംഭവം കൊണ്ട് മുറിവ് പറ്റുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചെങ്ങി വന്നിട്ട് ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ദേഷ്യപ്പെടാൻ നിൽക്കുകയാണ്. എന്നാൽ ജിയാങ് ഒന്നും പറയില്ലെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ ഒരു പെൺകുട്ടീനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഒരു പയ്യന് വേണ്ടിയിട്ട് നീ ഇങ്ങനെയും ചെയ്യരുത്, നീ നിന്നെ സ്വയം സ്നേഹിക്കാനായിട്ട്. ആ ഒരു പെൺകുട്ടി അപ്പോൾ സോറി, അറിയാണ്ട് ഞാൻ ആക്സിഡൻ്റലി നിൻ്റെ ദേഹത്ത് അങ്ങനെ മുറിവ് വരുത്തിയതാണ് എന്ന് പറയുമ്പോഴത്തേക്കും ജിയാങ് ഒന്നും കുഴപ്പമില്ല, നീ ഇപ്പോൾ റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവളെ ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. ആ ടൈമിന് ഷെങ്യു ആ ഒരു മുറിവിന് ഞാൻ മരുന്ന് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഇവനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കൊണ്ടുപോയി മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് ജിയാങ് ആണെങ്കിൽ അറിയാണ്ട് ഇവനെ നോക്കിയിരുന്നു പോകുന്നുണ്ട്. എന്നാൽ അതേ ടൈമിന് ഇവനാണെങ്കിൽ വേറൊരു ചെക്കനെ പ്രേമിക്കാനായിട്ട് പോവാണല്ലോ, ഇവ തൻ്റെ പുറകെ വരത്തില്ലല്ലോ എന്ന് പറഞ്ഞ കാര്യം ഓർത്തിട്ട് ആ ദേഷ്യത്തിൽ ഇവൻ തിരിഞ്ഞിരിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ചെങ്ങുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് തിരിച്ചു വന്നത്, നിൻ്റെ അടുത്ത് ഞാൻ വീട്ടിൽ പോകാൻ പറഞ്ഞതല്ലേ എന്ന്. ചെങ്ങു അപ്പോൾ ഇത്രയും നേരം പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവൻ ചോദിച്ചപ്പോൾ ചെങ്ങു പറയുന്നത്, ഞാനാണെങ്കിൽ ഇത്രയും നേരം വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയിരിക്കായിരുന്നു, ഇപ്പം ജസ്റ്റ് തിരിച്ചു വന്നതേ ഉള്ളൂ എന്നാണ്. ആ ഒരു ടൈമിന് ജിയാങ് എന്താവശ്യം ഈ രാത്രിയിൽ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ വേറെ പയ്യനെ വളയ്ക്കാനായിട്ട് പോവാണെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ആരെങ്കിലും കിട്ടുമോ നോക്കാനായിട്ട് പോയതാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചെക്കന് വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് അവനാണെങ്കിൽ ഞാൻ തന്നെ സ്വയം മുറിവിന് മരുന്ന് വെച്ചോളാം എന്നിങ്ങനെ പറയാണ്. സമയം ചെങ്ങിയാണെങ്കിൽ ഓക്കെ ഞാൻ പയ്യന്മാരെ വളയ്ക്കാൻ പോകുന്ന ആ ഒരു പ്ലാൻ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എൻ്റെ കയ്യിൽ വേറെ അടിപൊളി പ്ലാൻ ഉണ്ട്, ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട്. അവൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെങ്ങ് ജിയാങ്ങിനെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ശീശോ ഇങ്ങനെ മനസ്സ് മാറ്റാനായിട്ട് ജിയാങ് ആണെങ്കിൽ ഡ്രിങ്ക് ചെയ്ത പോലെ വിഷമിച്ച കാര്യങ്ങളുണ്ട്. കുറേ നാടകം കളിച്ചത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. ആ ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ട് ജിയാങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശീശോങ് ആണെങ്കിൽ നേരെ കാണാൻ പോയത് ചെങ്ങുവിനെ ആയിരുന്നു. ചെങ്ങുവിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് നമ്മുടെ ചെങ്ങു പറഞ്ഞിട്ടും ഇനി താൻ ഒരിക്കലും ജിയാങ്ങിനെ ശല്യം ചെയ്യത്തില്ല എന്ന്.
ഷീശോങ് പറഞ്ഞ കാര്യത്തിൽ കൂടെ തന്നെ ഇവന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങാണെങ്കിൽ ജിയാങ്ങിനെ ഭീഷണിപ്പെടുത്തിയതാണെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പം അവൻ ജിയാങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഷീശോങ്ങിനെയും ചെങ്ങിനെയും കൂടെ ഒരുമിച്ച് ഇൻറ്റിമേറ്റ് ആക്കാനായിട്ട് ഒരു വഴിയുണ്ടെന്ന്. അതാണ് അവൻ ഉദ്ദേശിച്ചത്. എന്തായാലും ആ ടൈമിൽ ഇവൻ പറയുന്നത് ജിയാങ് മൈൻഡ് ആക്കുന്നില്ല. അതിനുശേഷം ജിയാങ് ഹോസ്പിറ്റലൊക്കെ പൂട്ടിയിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട്. അവൻ ബാട്ടബിലേക്ക് കയറിയിരിക്കുന്ന ടൈമിൽ നേരത്തെ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച ആ ഒരു പെൺകുട്ടി അവന് മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോവാണ്, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു, എനിക്ക് നിങ്ങൾ പറഞ്ഞൊക്കെ മനസ്സിലായി, ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. ജിയാങ് ആണെങ്കിൽ മറുപടിയായിട്ട് നീ നിന്നെ സ്വയം നന്നായിട്ട് സ്നേഹിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ പെൺകുട്ടി അതിന് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള ചാറ്റ് നിൽക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് ഇവനെ ചെങ്ങി കോൾ ചെയ്യാണ്. ചെങ്ങി ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഷീശു അങ്ങനെ മനസ്സ് മാറ്റിയിട്ട് അവനെയും ചെങ്ങിനെയും ഇൻറ്റിമേറ്റ് ആക്കാനായിട്ടുള്ള ഒരു അടിപൊളി പ്ലാൻ ഇവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു പ്ലാൻ ജിയാങ്ങിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും ആ പ്ലാൻ എന്താണെന്ന് നമ്മളിപ്പോൾ കേൾപ്പിക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ചെങ്ങി പറഞ്ഞു കൊടുത്ത ഒരു പ്ലാൻ ജിയാങ് വർക്കൗട്ട് ആക്കാണ്. സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ ഷീശു അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇളക്കി വിടുക എന്നുള്ളതായിരുന്നു. സോ അതനുസരിച്ച് നമ്മുടെ ജിയാങ് ആണെങ്കിൽ ഷീശോങ് അവൻ്റെ ആ ഒരു ആർട്ട് ഇൻസ്റ്റാളേഷൻ കമ്പനിയിൽ ഇരിക്കുന്ന ടൈമിന് അവനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഷീശോങ്ങിൻ്റെ അടുത്ത് ഷീശോങ് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, നീ ഒരു കാര്യം അറിഞ്ഞോ, നമ്മുടെ ഷെങ്ങിൻ്റെ എക്സായിട്ടുള്ള ആ ഒരു വാങ് എന്ന് പറഞ്ഞ പയ്യനുണ്ടല്ലോ അവൻ 3 ദിവസത്തിൽ ഇനി തിരിച്ചു വരുന്നുണ്ടെന്ന് അറിഞ്ഞത്. എൻ്റെ അടുത്ത് ചെങ്ങി പറഞ്ഞപ്പോൾ അവനാണെങ്കിൽ ഇനി ഒരിക്കലും എന്നെ ശല്യം ചെയ്യത്തില്ല എന്ന്. അതുപോലെ തന്നെ ചെങ്ങിനിപ്പോഴും ആ ഒരു പയ്യന് ഇഷ്ടമുണ്ട്. സോ ഷെങ്ങാണെങ്കിൽ ഇനി നിന്നെ ശല്യം ചെയ്യത്തില്ല, കാരണം ഷെങ്ങാണെങ്കിൽ ആ വാങ് എന്ന് പറഞ്ഞ പയ്യൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവാണെന്ന് ഞാൻ അറിഞ്ഞു. അതുപോലെ തന്നെ ചെങ്ങിയും ആ ഒരു പയ്യൻ്റെ അടുത്തേക്ക് പോവാണ്. രണ്ടിനും ആ പയ്യനെയാണ് ഇഷ്ടം, നമ്മൾ രണ്ടുപേരും രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇത് കേൾക്കുമ്പോഴത്തേക്കും ഷീശോയിന് ദേഷ്യം വന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് പെൻസിലിട്ട് എന്തൊക്കെയോ കുത്തി കുറിക്കുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ ഒന്നും പുറത്ത് കാണിക്കാതെ ആഹാ നല്ല കാര്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കിട്ടിയുന്നുണ്ട്. പക്ഷേ ആള് ഭയങ്കര അങ്ങ് ഇമോഷണലായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പതുക്കെ കമ്പനിയുടെ അകത്തൂടെ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. ആ ടൈമിന് അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ മറ്റൊരു പെൺകുട്ടിയുടെ അടുത്ത് കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നവൻ കാണുന്നുണ്ട്. അതായത് എൻ്റെ ബോയ് ഫ്രണ്ട് അവൻ്റെ എക്സുമായിട്ട് വീണ്ടും സെറ്റായി. അതേ സെയിം സിറ്റുവേഷൻ ആണല്ലോ നമ്മുടെ ഷീശോങ്ങിലൂടെ പൊക്കോണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഒരു കള്ളാണെന്നുള്ള കാര്യം അവൻ അറിയാത്തതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയും കൂടെ പറയുന്ന കേൾക്കുമ്പോൾ ആൾക്ക് വീണ്ടും സങ്കടമാകുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം മൊത്തം ഫുൾ ഇമോഷണലായിട്ട് ഇരിക്കുകയാണ്. ഷീശോങ് ചെങ്ങിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫ്രൂട്ട്സ് അതെല്ലാം തന്നെ ചെങ്ങ് തൻ്റെ കമ്പനിയിൽ പോലും വരാത്തതുകൊണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കൊക്കെ അവൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട് ചെങ്ങിനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്ന്. എന്നാൽ സ്റ്റാഫ് ഇല്ല 2-3 ദിവസമായിട്ട് ചെങ്ങ് അങ്ങനെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാനൊന്നും വിളിക്കാറൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് നൈറ്റ് ഷീശോങ് വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെങ്ങിനെ നല്ല കുറ്റം പറയുന്നുണ്ട്. എടാ പൊട്ട, നീയല്ല അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് നിനക്കിനി വാങ്ങിൻ്റെ അടുത്ത് ഇഷ്ടമൊന്നുമില്ല, അവനെ കണ്ടു കഴിഞ്ഞാൽ നീ കൊല്ലൂന്നൊക്കെ. എന്നിട്ട് അവൻ തിരിച്ചു വരുന്ന കാര്യം അറിഞ്ഞതും നീ അങ്ങനെ ഓടി അവൻ്റെ അടുത്തേക്ക് പോവുകയാണല്ലേ, ശരിയാക്കി തരാടാ എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നേരെ ഇവൻ ചെങ്ങിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ചെങ്ങുണ്ടായിരുന്നില്ല, വീട്ടിലെ സാധനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പുറത്ത് എന്തൊക്കെയോ സാധനങ്ങൾ അടുക്കി വെച്ചുകൊണ്ട് ഒരു ലേഡി നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത് ചെങ്ങ് എവിടെയാണെന്ന് നോക്കുമ്പോഴത്തേക്കും ചെങ്ങ് ഇവിടെ ഇല്ല, ചെങ്ങ് കുറച്ച് നാളത്തേക്ക് ഈ വീട്ടിൽ താമസിക്കാനായിട്ട് വന്നതാണ്, ആളിപ്പോൾ ഇവിടുന്ന് താമസം മാറി സ്വന്തം വീട്ടിലേക്ക് പോവാണ്, ചെങ്ങ് റിച്ചല്ലേ അപ്പോൾ പിന്നെ അവൻ എന്ത് വേണം ചെയ്യാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഷീശോങ് നിനക്ക് ഇത്രയും കാലം ഇവിടെ താമസിച്ചാൽ മതിയായിരുന്നു, നിൻ്റെ ബോയ് ഫ്രണ്ട് വന്നപ്പോൾ നീ ഇതെല്ലാം പൂട്ടിയിട്ട് ഇറങ്ങി പോവുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന് നല്ല ദേഷ്യം വന്നങ്ങ് നിൽക്കുകയാണ്. നേരെ അവിടെ നിന്ന് അവൻ പോകുന്നത് നമ്മുടെ ജിയാങ്ങിൻ്റെ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ്. ഇന്നായിരുന്നു നമ്മുടെ ചെങ്ങാണെങ്കിൽ ജിയാങ്ങിന് കൊടുത്ത അവസാന ദിവസം. സോ ഇന്ന് നമ്മുടെ ചെങ്ങിനെയും ഷീശോങ്ങിനെയും തമ്മിൽ ഇൻറ്റിമേറ്റ് ആക്കിപ്പിച്ചില്ലെങ്കിൽ ആളുടെ കാര്യത്തിൽ തീരുമാനമാവുന്നുള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും പെട്ടെന്ന് സംഭവിക്കണത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവ നിൽക്കുന്നത്. ആ ടൈമിൽ തന്നെ ഷീശോങ് കയറി വരുന്നുണ്ട്. ഷീശോങ്ങിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ പ്ലാൻ വർക്കൗട്ട് ആവുന്നുണ്ട്. കുറച്ചുകൂടെ തീ ഇട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട് നമ്മുടെ ഷീശോങ് വന്നിരിക്കുന്നതും ആ ഷീശോങ് എന്തെങ്കിലും സുഖമല്ലേ, നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇവൻ്റെ സംസാരിക്കുന്നുണ്ട്. ഷീശോങ് അപ്പോൾ ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചെങ്ങിയുവാണെങ്കിൽ നിന്നെ ശല്യം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് അവൻ എന്നെ ശല്യം ചെയ്യുന്നില്ല, ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ ആ വാങ് തിരിച്ചു വരുന്നതുകൊണ്ട് തന്നെ രണ്ടുപേരും വാങ്ങിൻ്റെ അടുത്തേക്ക് പോവാണ്. ചെങ്ങുമായിട്ട് ഈ ഒരു വാങ് ഡേറ്റ് ചെയ്യുന്ന ടൈമിന് തന്നെയായിരുന്നു ചെങ്ങ് അറിയാണ്ട് ചെങ്ങുവുമായിട്ട് വാങ്ങിന് ബന്ധമുണ്ടായിരുന്നത്. അതും അവർ തമ്മിൽ ഒരിക്കൽ മാത്രമേ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൂ. എന്നിട്ടും അവനാണെങ്കിൽ വാങ് തിരിച്ചു വരുന്ന കാര്യം അറിഞ്ഞതും ഉടനെ തന്നെ എല്ലാം വിട്ടിട്ട് വാങ്ങിൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ 3 വർഷമായിട്ട് വാങ്ങുമായിട്ട് റിലേഷൻഷിപ്പിലിരുന്ന നമ്മുടെ ചെങ്ങും എന്തായാലും വാങ്ങിൻ്റെ അടുത്തേക്ക് പോകുമല്ലോ. ഞാൻ പറഞ്ഞിട്ടത് ഈ വാങ് എന്ന് പറഞ്ഞാൽ ശരിക്കും വേറെ ലെവൽ പയ്യനെന്നാ, ഭയങ്കര ലുക്കെന്നാ, ഭയങ്കര ഹൈ ക്ലാസ് ടീമെന്നാ, ഭയങ്കര ടാലൻറ്റഡ് ആണെന്നാ. സത്യം പറഞ്ഞാൽ അവനാണെങ്കിൽ ഒരു അടിപൊളി പയ്യനാ, ശരിക്കും സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് ഷീശോങ് ഇതിലൊക്കെ എന്തതിന് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോഴത്തേക്കും ജിയാങ് പറയുന്നുണ്ട് ഈ വാങ്ങാണെങ്കിൽ ഒരേ ടൈമിന് തന്നെയാണ് നമ്മുടെ ചെങ്ങും തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നത്. നിനക്കാണെങ്കിൽ ചെങ്ങായിട്ട് ഇൻറ്റിമേറ്റ് ആവാൻ പോലും പറ്റുന്നില്ല, അപ്പോൾ പിന്നെ നിനക്കെങ്ങനെ അവനെപ്പോലെ വേറൊരു പയ്യനുമായിട്ട് ഇൻറ്റിമേറ്റ് ആവാൻ പറ്റും? ചെങ്ങാണെങ്കിൽ എന്തായാലും നിന്നെ ഇനി ശല്യം ചെയ്യാൻ വരത്തില്ല, നീയാണെങ്കിൽ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഷീശോങ്ങിനാണെങ്കിൽ അത്ര സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. ആള് ദേഷ്യവും സങ്കടമൊക്കെ വന്നിരിക്കുകയാണ്. ഇവൻ എന്തൊക്കെയാണ് ഇമോഷൻസ് ഫീൽ ചെയ്യുന്നതെന്ന് ജിയാങ്ങിന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നീ ഓക്കെ അല്ലേടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് നൈറ്റ് ആകുമ്പോഴത്തേക്കും ഷീശോങ്ങിന് ഉറങ്ങാനേ പറ്റുന്നില്ല. അവൻ്റെ മൈൻഡിൽ ഫുൾ
സ്കൂളിൽ താനും ചെങ്ങും ഒരുമിച്ചുണ്ടാകുന്ന ടൈമും ചെങ്ങാണെങ്കിൽ വാങ്ങിനെ പറ്റി സംസാരിച്ചിരുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ യാങ്ങാണെങ്കിൽ രാവിലെ അവൻ്റെ അടുത്ത് വാങ്ങാണെങ്കിൽ ശരിക്കും ഒരു അടിപൊളി പയ്യനാണെന്നുള്ള കാര്യം വാങ്ങ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ചെങ്ങാണെങ്കിൽ നിന്നെ ഇനി ശല്യം ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ കാര്യമൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് ഇവനാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. സമയം നോക്കുമ്പോൾ 11 മണിയായിട്ടുണ്ടായിരുന്നു. ഒരു 12 മണിയായി കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് വാങ്ങ് വരുന്നതും. സോ അതോടെ പിന്നെ തനിക്ക് ചെങ്ങിനെ കിട്ടത്തില്ല എന്നൊരു തോന്നൽ ഇവനുള്ളതുകൊണ്ട് തന്നെ ഇവനാണെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഇപ്പം എനിക്കെന്താ അതിന് അവനെൻ്റെ ആരാ എന്നൊരു രീതിയിലൊക്കെ ചിന്തിച്ചിട്ട് അവൻ ഉറങ്ങാതെ ഇരിക്കുന്നുണ്ട്. എങ്ങനെയും 12 മണിയായി കഴിഞ്ഞിട്ട് നോർമലായിട്ട് തന്നെ ഇരിക്കണം എന്നൊരു രീതിയിൽ അവൻ 12 മണി ആവുന്നുണ്ടോ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഇവന് ക്ഷമ കിടന്നുണ്ട്. അങ്ങനെ അവൻ പറയുന്നുണ്ട് ഉറക്കത്തന്നെ വിളിച്ച്, ചെങ്ങാണെങ്കിൽ എൻ്റെ പയ്യനാണ്, നീ എത്ര ശ്രമിച്ചാലും അവനെങ്ങനെ തിരിച്ചു തരത്തില്ല, അവൻ എൻ്റേത് മാത്രമാണെന്ന് അവിടെ നിന്നോട്ട് ഉറക്കെ പറയുന്നുണ്ട്. എന്നിട്ട് എന്തോ ഒരു വാശിക്ക് നമ്മുടെ ചെങ്ങിനെ കാണാനാണെന്ന് തോന്നുന്നു ഇവ ഇറങ്ങി പോകുന്നുണ്ട്. എന്നാൽ ആ ടൈമിൽ ചെങ്ങ് കറക്റ്റ് അങ്ങോട്ടേക്ക് അവനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ദിവസം രാത്രി 12 മണിയാവുന്നത് വരെ ആയിരുന്നു നമ്മുടെ ചെങ്ങാണെങ്കിൽ ജിയാങ്ങിനെ ഷീഷോങ് താനുമായിട്ട് ഇൻറ്റിമേറ്റ് ആവണം എന്നൊരു ടൈം ലിമിറ്റ് കൊടുത്തത്. സോ ഇത്രയും നേരമായിട്ടും ഷീഷോങ്ങിനെ തൻ്റെ അടുത്തോട്ട് കാണാത്തതുകൊണ്ടാണ് ചെങ്ങ് 11:59 കറക്റ്റ് അവൻ ഷീഷോങ്ങിൻ്റെ വീട്ടിലേക്ക് വന്നത്. ഷീഷോങ്ങാണെങ്കിൽ ആ സമയം സങ്കടമൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം ചെങ്ങിനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല എന്ന രീതിയിൽ ചെങ്ങിനെ കാണുന്നതും വേറെ ഒന്നും പറയാൻ നിൽക്കുന്നില്ല, അങ്ങ് കിസ് ചെയ്യാണ്. നമ്മുടെ ചെങ്ങും തിരിച്ച് കിസ് ചെയ്യുന്നുണ്ട്. കുറച്ചൊന്ന് കിസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഷീഷോങ്ങാണെങ്കിൽ ചെങ്ങിനെ ഹഗ് ചെയ്യുന്നുണ്ട്, കരയാനായിട്ട് തുടങ്ങുന്നുണ്ട്. അവൻ്റെ അടുത്ത് പറയാണ്, നീ എൻ്റേത് മാത്രമാണ്, ഞാൻ ഒരിക്കലും നിന്നെ അവന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കത്തില്ല. പിന്നെ നീ എങ്ങാനും അവനെക്കുറിച്ച് നീ ആലോചിക്കുകയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ ഞാൻ ശരിക്കും എന്തെങ്കിലും ചെയ്ത് കളയും. എന്നോടുള്ളപ്പോൾ നീ എന്നെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി, അവനെക്കുറിച്ച് ആലോചിക്കരുത്. അവൻ എത്ര അടിപൊളിയാണെങ്കിലും നീ എന്നെക്കുറിച്ച് ആലോചിക്കണം എന്നൊക്കെ ഇവൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. എങ്ങും പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ നിൻ്റേത് മാത്രം തന്നെയാണ്, നീ ഉള്ളപ്പോൾ ഞാനെന്തിനാ അവനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നതെന്ന്. അങ്ങനെ അതും പറഞ്ഞിട്ട് നമ്മുടെ ഷീഷോങ്ങിനെ വീണ്ടും ചെങ്ങ് കിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിന് ഷീഷോങ്ങാനെ മാറ്റി നിർത്തിയിട്ട് മതി എന്നൊരു രീതിയിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് ചെങ്ങാണെങ്കിൽ എന്തായാലും നമ്മളിപ്പോൾ പരസ്പരം സെറ്റായില്ലേ, അപ്പോൾ പിന്നെ നീ എൻ്റേതാണെന്ന് കാണിക്കാനായിട്ട് നമ്മൾ തമ്മിൽ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇവൻ ഉദ്ദേശിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻറ്റിമേറ്റ് ആവുന്നതിനെ കുറിച്ചാണ്. ഷീഷോങ് അപ്പോൾ ആദ്യമൊന്നും പറയുന്നില്ല ചെങ്ങാ സമയം, പിന്നീട് അങ്ങനെ ഭാവിയിൽ ഞാൻ തന്നെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നിൻ്റേതാണെന്ന് കാണിക്കാനുള്ള സർട്ടിഫിക്കറ്റ് വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് ഷീഷോങ് ആണെങ്കിൽ നീ എങ്ങാനും ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ വേറെ ചെക്കനെ കണ്ടുപിടിക്കുമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഷീഷോങ്ങിനെ ചെങ്ങ് പിടിച്ചു വെച്ചിട്ട് അതിന് എൻ്റെ ചെക്കനെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ആരെ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ടൈമിൽ കറക്റ്റായിട്ട് ചെങ്ങിൻ്റെ അച്ഛൻ അവനെ കോൾ ചെയ്യുന്നുണ്ട്. ചെങ്ങിനങ്ങനെ കോൾ എടുക്കേണ്ടി വരാണ്. കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ അച്ഛനാണെങ്കിൽ ഇപ്പം തന്നെ വീട്ടിൽ വരാൻ പറയുന്നുണ്ട്. എന്നാൽ അവൻ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും അച്ഛൻ പറയുന്നുണ്ട്, നീ വന്നില്ലെങ്കിൽ നാളെ തന്നെ നിൻ്റെ ആ ഒരു ആർട്ട് ഇൻസ്റ്റാളേഷൻ കമ്പനിയുടെ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കുമെന്ന് പറയുന്നുണ്ട്. അവൻ്റെ അച്ഛൻ വിചാരിക്കുന്നത് ഇവൻ്റെ ഇഷ്ടത്തിനാണ് അവൻ ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തതെന്നാണ്. എന്നാൽ അവൻ ആ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തത് നമ്മുടെ ഷീഷോങ്ങിന് വേണ്ടിയിട്ടാണ്. സോ നമ്മുടെ ഷീഷോങ്ങിൻ്റെ ആഗ്രഹമായിട്ടുള്ള ആ ഒരു കമ്പനിക്ക് ഒന്നും പറ്റാതിരിക്കാനായിട്ട് അവൻ്റെ അച്ഛൻ്റെ ആ ഒരു ഭീഷണിയിൽ അവൻ വഴങ്ങുന്നുണ്ട്, വീട്ടിൽ പോകുന്ന സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ കോൾ കട്ട് ചെയ്തിട്ട് ഷീഷോങ്ങിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം പറയാൻ പോകുന്നതും ഷീഷോങ് പറയുന്നുണ്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് ഞാൻ റെഡിയാണെന്ന്, അതായത് ഇൻറ്റിമേറ്റ് ആവാനായിട്ട് താൻ റെഡിയാണെന്ന്. പക്ഷേ നമ്മുടെ ചെങ്ങിന് എന്തായാലും പോയല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് തന്നെ ചെങ്ങാണെങ്കിൽ ഞാൻ ഉണ്ടായി തന്നെ തിരിച്ചു വരാം, എനിക്ക് പോയേ പറ്റുള്ളൂ, അച്ഛനാണ് വിളിച്ചതെന്ന് പറയുന്നുണ്ട്. ഷീഷോങ് അപ്പോൾ ശരിക്കും അച്ഛൻ തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചെങ്ങാണെങ്കിൽ കോൺടാക്റ്റ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഷീഷോങ് അപ്പോൾ അച്ഛനാണെങ്കിൽ ഈ സമയത്ത് വിളിച്ചെങ്കിൽ എന്തായാലും അർജൻറ്റ് കാര്യം കാണും, നീ പൊക്കോളാനായിട്ട് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടാണ്. അടുത്ത് കാണിക്കുന്നത് ചെങ്ങു ഇപ്പോൾ അവൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നതാണ്. ആ ഒരു ടൈമിന് ആ പയ്യനാണെങ്കിൽ ഷീഷോങ്ങിനെ നമ്മുടെ ചെങ്ങിന് അവൻ്റെ ആഗ്രഹം പോലെ തന്നെ കിട്ടിയിട്ടുണ്ടാകുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം എനിക്കറിയത്തില്ല, കിട്ടിയിട്ടുണ്ടാകും, പക്ഷെ അത്ര എളുപ്പത്തിൽ എങ്ങനെ ജയിക്കാനായിട്ട് ഞാൻ വിടത്തില്ല, കാരണം അവനാണെങ്കിൽ എൻ്റെ ജിയാങ്ങിനെയാണ് ഭീഷണിപ്പെടുത്തിയത്, അതുകൊണ്ട് ഞാൻ ഒരു പണി കൊടുക്കും അവന്, നീ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഷീഷോങ്ങിനെ കോൾ ചെയ്തിട്ട് നാളെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറയാം, ക്ലബ്ബിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറയാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മുടെ ഷീഷോങ് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ചെങ്ങുവാണെങ്കിൽ ഷീഷോങ്ങിനെയും കൊണ്ട് വേറെ കുറേ ആ ക്ലബ്ബിൽ തന്നെ വർക്ക് ചെയ്യുന്ന പയ്യന്മാരുടെ അടുത്തേക്ക് കൊണ്ടിരുത്തിയിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ആ ഒരു ടൈമിന് ഒരു പയ്യൻ വന്നിരുന്നിട്ട് നമ്മുടെ ചെങ്ങിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ചെങ്ങാണെങ്കിൽ എപ്പോൾ ഇവിടെ വന്നാലും എന്നെയാണ് സെലക്ട് ചെയ്യാറ്, അവനാണെങ്കിൽ കുറച്ച് വൈൽഡായിട്ടുള്ള പരിപാടിയൊക്കെയാണ് ഇഷ്ടം, അവനാണെങ്കിൽ എപ്പോഴും എന്നെയാണ് യൂസ് ചെയ്യാറ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഷീഷോങ്ങിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നെ ചെങ്ങി വരുന്നതെന്ന് മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ തന്നെ ഇറങ്ങി പോകുന്നുണ്ട്. എന്നാൽ ചെങ്ങി ആ ഒരു പയ്യനെ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളായിരുന്നു ഇത്. ഷീഷോങ് പോയി കഴിയുന്നതും ചെങ്ങിയാണെങ്കിൽ ആ പയ്യന് പൈസയും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജിയാങ്ങിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ഷീഷോങ്ങും ചെങ്ങും ഇപ്പോൾ ഇൻറ്റിമേറ്റ് ആയിട്ടുണ്ടാകും, താൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഷീഷോങ് കയറി വരുന്നത്. വന്നോണ്ടേ തന്നെ എനിക്ക് ചെങ്ങിനെ ഇഷ്ടമല്ല, എനിക്ക് എൻ്റെ അടുത്ത് ദേഷ്യമാണ്, അവനാണെങ്കിൽ എന്തൊക്കെ വൃത്തിയായിട്ട പരിപാടിയാണ് കാണിച്ചത് നിനക്കറിയാവോ, ഞാൻ ഇതുവരെയായിട്ട് അവനായിട്ട് ബ്രേക്കപ്പ് ആവാത്തത് അവൻ്റെ ഭാഗ്യം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ജിയാങ് നീ എന്താ ഇപ്പം ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, നീ അവനും ഇന്നലെ ഇൻറ്റിമേറ്റ് ആയില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഓൾമോസ്റ്റ് ഇൻറ്റിമേറ്റ് ആയതാ. എന്നാൽ ആ ടൈമിൽ
ടൈമിന് അവൻ്റെ അച്ഛൻ വിളിച്ചിട്ട് അവൻ പോയി എന്ന് പറയുന്നുണ്ട്. ജിയാങ്ങിന് അത് കേൾക്കുമ്പോൾ പിന്നെയും ടെൻഷൻ ആവുകയാണ്. കാരണം ഇതുവരെയായിട്ട് അവർ ഇൻറ്റിമേറ്റ് ആയിട്ടില്ല. ഇനിയിപ്പോൾ ഷീഷോങ് എങ്ങാനും ചെങ്ങുമായിട്ട് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ചെങ്ങ് തന്നെ തീർക്കുമെന്ന് ഓർത്തിട്ട് ഞാൻ തീർന്നു എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് വിഷമിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് രക്ഷപ്പെടാനായിട്ട് ജിയാങ് നേരെ വരുന്നത് ചെങ്യുവിൻ്റെ വീട്ടിലേക്കാണ്. ചെങ്യുവിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് ദിവസം ഞാൻ ഇവിടെ താമസിച്ചോട്ടെ, എനിക്കൊരു ഒളിത്താവളം അത്യാവശ്യമാണെന്ന് പറയുന്നുണ്ട്. ചെങ്യു ആണെങ്കിൽ നീ വരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ അകത്തേക്ക് പോകുന്നുണ്ട്. അകത്തേക്ക് കയറുമ്പോഴാണ് നമ്മുടെ ജിയാങ്ങിന് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്. ചെങ്യുവിന് ആ വീട്ടിൽ തന്നെ അവന് പേഴ്സണലായിട്ട് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഒരു ഡോക്ടർ ഉണ്ടായിട്ടാണ് തൻ്റെ ക്ലിനിക്കിലേക്ക് ചെങ്യു എപ്പോഴും വരുന്നതെന്നും എന്തിനാണ് എപ്പോഴെങ്കിലും തൻ്റെ ക്ലിനിക്കിലേക്ക് വരുന്നതെന്നും അവൻ ആലോചിക്കുന്നുണ്ട്. ആ ഒരു ഡോക്ടർ ഇപ്പം അങ്ങോട്ടേക്ക് വന്നത് ജിയാങ്ങിന് എന്ന ആ ഒരു പേഷ്യൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ആ കോളർ ബോണിൽ ഒരു മുറിവ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിന് വീണ്ടും ആ ഒരു ഒട്ടിച്ചിരുന്ന ബാൻഡേജ് മാറ്റിയിട്ട് അടുത്ത് വീണ്ടും മരുന്ന് വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ചെങ്ങിനെയാണ്. ചെങ്ങിപ്പോൾ ഷീഷോങ് കമ്പനിയിലേക്ക് വരുന്നത് വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയം ഷീഷോങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വരുമ്പോൾ തന്നെ ഇവന് ചെങ്ങിനെ കാണുമ്പോൾ ദേഷ്യമാവാണ്. എന്നാൽ ചെങ്ങിന് കാര്യം മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ നീ എന്തെങ്കിലും വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത എന്നൊക്കെ ചോദിച്ചിട്ട് ഹഗ്ഗൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം തന്നെ ഷീഷോങ് ആണെങ്കിൽ മാറിയിക്ക്, നീ ശരിക്കും ഒരു മോശക്കാരനാ, നീയാണെങ്കിൽ ആ ക്ലബ്ബിൽ പോയിട്ട് എന്തൊക്കെ പരിപാടിയാണ് കാണിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, മേലാൽ എൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വന്നേക്കരുത് എന്ന് പറയുന്നുണ്ട്. ആ സമയം ചെങ്ങാണെങ്കിൽ നീ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കാനായിട്ട് പോയോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഷീഷോങ് ആണെങ്കിൽ അന്വേഷിച്ചു, ഞാൻ എല്ലാം അറിഞ്ഞു, എനിക്കാണെങ്കിൽ ദേഷ്യപ്പെടാനുള്ള അധികാരമുണ്ട്, കാരണം നീ അത്രയും മോശം പരിപാടികളാണ് കാണിച്ചുകൊണ്ടിരുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഷീഷോങ് ആണെങ്കിൽ ചെങ്ങിനെ ആ റൂമിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. അങ്ങനെ ചെങ്ങ് തിരിച്ച് കാറിൽ പോകുന്ന ടൈമിന് അവൻ്റെ അസിസ്റ്റൻറ്റ് നിങ്ങൾ രണ്ടുപേരും ബ്രേക്കപ്പ് ആയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ചെങ്ങ് അപ്പോൾ ബ്രേക്കപ്പ് ആയില്ല, പക്ഷെ അവനാണെങ്കിൽ എന്നെ ഒന്ന് തൊടാൻ പോലും സമ്മതിക്കുന്നില്ല. അവൻ പറയുന്നത് ഞാൻ ഭയങ്കര മോശമാണെന്ന, മുമ്പ് കാണിച്ചു കൂട്ടിയ പരിപാടിയെല്ലാം അവൻ അറിഞ്ഞു എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് നീ ഏതെങ്കിലും ഒരു ഫാർമസിയിൽ വണ്ടി നിർത്തിയിട്ട് എനിക്കൊരു മരുന്ന് വാങ്ങിച്ചു തരാൻ പറയുന്നുണ്ട്. ആ ടൈമിന് എന്തിനുള്ള മരുന്ന് എന്ന് ചോദിക്കുമ്പോൾ ഇൻറ്റിമേറ്റ് ആവണം എന്ന് തോന്നുന്ന ആ ആഗ്രഹം തടയാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു തരാനായിട്ട് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും എൻ്റെ അസിസ്റ്റൻറ്റ് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ട് പോകുമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അസിസ്റ്റൻറ്റ് ഒരു പ്ലാൻ എടുത്തിട്ടുണ്ട്. അവനാണെങ്കിൽ ഷീഷോങ്ങിന് ഇപ്പോൾ ഞാനും ചെങ്ങും കൂടെ ആയിട്ട് ക്ലബ്ബിലെത്തി എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഇടുന്നുണ്ട്. എന്നിട്ട് ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് സോറി അറിയാതെ മാറി അയച്ചതാ എന്നിങ്ങനെ പറഞ്ഞ് അവൻ മനഃപൂർവ്വം അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷീഷോങ് ആ ടൈമിന് ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യായിരുന്നു. ഇങ്ങനൊരു മെസ്സേജ് വരുമ്പോൾ വീണ്ടും ചെങ്ങ് തന്നെ വിട്ടിട്ട് വേറെ പയ്യനുമായിട്ട് ഇൻറ്റിമേറ്റ് ആവാനായിട്ട് ക്ലബ്ബിൽ പോയോ എന്ന് കരുതിയിട്ട് ദേഷ്യത്തിൽ അവൻ നേരെ ക്ലബ്ബിലേക്ക് പോകുന്നുണ്ട്. ചെല്ലുമ്പോഴത്തേക്കും ചെങ്ങിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് വേറൊരു ചെക്കൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവനെ ഇവൻ ചവിട്ടി ഇടുന്നുണ്ട്. ആ ടൈമിൽ ആ ചെക്കനാണെങ്കിൽ ചെങ് അവനെ ചവിട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ചെങ്ങ് കുഴപ്പമില്ല, വീട്ടിൽ പോകുമ്പോൾ ഞാൻ അവന് അടി കൊടുത്തോളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഷീഷോങ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവിടെ ഇരിക്കുന്നൊരു മൈക്ക് എടുത്തിട്ട് എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഇവനെ കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുകയല്ലേ, ഇവൻ ഇന്ന് എപ്പോൾ ഈ ക്ലബ്ബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നോ അതിനുശേഷം നിങ്ങളാണെങ്കിൽ ഇവനെ ഇനി കാണത്തില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ചെങ്ങിൻ്റെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. ആ സമയം ചെങ്ങ് നീ എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഷീഷോങ് നമുക്ക് വീട്ടിൽ പോയിട്ട് നിനക്ക് വേണ്ട ആ ഒരു സർട്ടിഫിക്കറ്റ് റെഡിയാക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഉദ്ദേശിച്ചത് ഇൻറ്റിമേറ്റ് ആവാന്നാണ്. അങ്ങനെ കൈയും പിടിച്ചുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ചെങ്ങിൻ്റെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ചെങ്ങിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ചെങ്ങിൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ പ്ലാൻ വെച്ചിട്ട് രണ്ടുപേരും വീണ്ടും സെറ്റായിട്ടുണ്ട്. സോ എന്തായാലും വീട്ടിലേക്ക് ഒരു ചെല്ലുന്നുണ്ട്. നേരെ കൊണ്ടുപോകുന്നത് ചെങ്ങിൻ്റെ പുതിയ വീട്ടിലേക്കാണ്. അവിടെ എത്തുമ്പോഴത്തേക്കും ചെങ്ങ് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഉടനെ ഇത് നിൻ്റെയും കൂടെ വീടാകുമെന്ന്. അതിനുശേഷം അവർ ഇൻറ്റിമേറ്റ് ആവാനായിട്ട് പോവുകയാണ്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.